നുണ പറയുന്ന എന്നുള്ളൊരു ശീലമൊക്കെ 4 ആൾ കൂടുമ്പം ഒരാൾ പോകുന്ന നോക്കിയിട്ട് അവരെ നോക്കിയിട്ട് കുറ്റം പറയുന്നത്. ഇവിടെ ഇങ്ങനെ പ്ലാവ് തെങ്ങ് മാവൊന്നുമില്ലല്ലോ. മേക്കപ്പ് ഒന്നും ഇല്ല കേട്ടോ, മേക്കപ്പ് ഒന്നും ഇട്ടിട്ടില്ല കേട്ടോ, ഒന്നും യൂസ് ചെയ്തിട്ടില്ല. ഇവിടെ സമയം രാവിലെ 7:30 കണ്ടില്ലേ, നല്ല കുരി ഇരുട്ട് കണ്ടില്ലേ. നമുക്ക് കണ്ടാലില്ലേ നമുക്ക് മൈൻഡ് സത്യം പറഞ്ഞാൽ ഒരു അത്ഭുതം, സത്യം പറഞ്ഞാൽ അത്ഭുതമാണ്. പിന്നെ നമ്മളിങ്ങനെ ഒരു കാര്യം കണ്ട് ശീലിച്ചിട്ടില്ലല്ലോ. ഇവിടെ കുറച്ച് വർഷമായിട്ട് എനിക്ക് പൊരുത്തപ്പെട്ടു പോകാൻ ഇപ്പം എനിക്ക് പറ്റുന്നുണ്ട്, കുഴപ്പമൊന്നുമില്ല. ഹലോ ഗായ്സ്, ബ്ലൂ സ്കൈ ഇത് എൻ്റെ പിറകിലുണ്ട്. ബ്ലൂ സ്കൈ ഇവിടെ 4 ഡിഗ്രി സെൽഷ്യസ് ആണ് ഇപ്പോൾ ഉള്ളത്. പിന്നെ ഇന്ന് ഞാൻ ചോറ് ഉണ്ടാക്കി, ചിക്കൻ കറി ഉണ്ടാക്കി. കറി ഫ്രിഡ്ജിൽ എടുത്തു വെച്ചിട്ടാണ് ഉള്ളത്. നമ്മൾ ഡെയിലി കുക്ക് ചെയ്യുന്ന ബുദ്ധിമുട്ടാണ് ഇവിടെ. പിന്നെന്താ, ഞാനിവിടെ ഒരുപാട് നാൾ താമസിക്കാൻ വന്നതെന്നല്ല, ഞാൻ കുറച്ച് നാളുകൾ ഇവിടെ ഉണ്ടാവും, ചിലപ്പോൾ 1 മാസം അതിന് മുകളിലൊക്കെ ഉണ്ടാവും. പിന്നെ ഇക്കരെ നിന്നാൽ അക്കരെ പച്ച, അങ്ങനെ ഒരു പഴഞ്ചൊല്ലില്ലേ, അക്കരെ നിന്നാൽ ഇക്കരെ പച്ച എന്നൊക്കെ. അപ്പം ഇവിടെ നിൽക്കുമ്പോൾ നാട് മിസ് ചെയ്യുന്നുണ്ട്. നാടിൻ്റേതായ നമ്മളേതായ ഒരു സംസ്കാരം, നമ്മളേതായ പ്രകൃതി ഭക്ഷണം, അതൊക്കെയാണ് ഉദ്ദേശിച്ചത്. പ്രകൃതി ഭക്ഷണം, നമ്മളെ അമ്പലങ്ങൾ, പിന്നെന്താ നമുക്ക് ഇഷ്ടപ്പെട്ടവർ, അതെല്ലാം മിസ് ചെയ്യുമ്പോൾ വിചാരിക്കും നാട് തന്നെയാണ് നല്ലത്. പക്ഷേ നാട്ടിലെത്തിയാൽ ചില കൾച്ചർ നമ്മളേതായ ആൾക്ക് ചിലത് എനിക്കിഷ്ടമല്ല. പേഴ്സണലി എനിക്കിഷ്ടമല്ല, ഞാൻ ആരെ കുറ്റം പറയുന്നില്ല, എനിക്ക് വ്യക്തിപരമായി ഇഷ്ടമല്ല. അപ്പം ഞാൻ കരുതും, തിരിച്ചു പോകാൻ പറ്റിയില്ലെങ്കിൽ അവിടെ തന്നെ നിൽക്കാം, ഇങ്ങനെയൊക്കെ ചിന്തിക്കും. നമ്മുടെ നാട്ടിലെ പ്രത്യേകിച്ച് എനിക്ക് ഇഷ്ടമില്ലാത്തത്, ഇപ്പം നിങ്ങൾ ഈ വീഡിയോ കാണുന്നവരെ നാട്ടിലുണ്ടോ എനിക്കറിയില്ല, നുണ പറയുന്ന എന്നുള്ളൊരു ശീലമൊക്കെ. 4 ആൾ കൂടുമ്പം ഒരാൾ പോകുന്ന നോക്കിയിട്ട് അവരെ നോക്കിയിട്ട് കുറ്റം പറയുന്നത്. ഞാൻ ഒരുപാട് ആൾക്കാരെ അങ്ങനെ കണ്ടിട്ടുണ്ട്. ഞാൻ അങ്ങനെ ചെയ്യാറില്ല, എനിക്കങ്ങനെ ചെയ്യുന്നവർ ഇഷ്ടവുമല്ല. പിന്നെന്താ, അങ്ങനെ അപ്പുറം ഇപ്പുറം പോയിട്ട് പറയാ, പിന്നെ അസൂയ, അങ്ങനെയുള്ളൊരു സമൂഹത്തിൽ ജീവിക്കുമ്പം തോന്നും അങ്ങോട്ട് തന്നെ തിരിച്ചു പോവാമെന്ന്. ഇവിടെ നിൽക്കുമ്പം ഇവിടെ ഇപ്പം തണുപ്പാണ്, അപ്പം നമ്മളെ ആ ഒരു ചൂടും നമ്മളെ പ്രകൃതി, ഇവിടെ ഇങ്ങനെ പ്ലാവ് തെങ്ങ് മാവൊന്നുമില്ലല്ലോ, അത് മിസ് ചെയ്യുമ്പം നമുക്ക് ഇഷ്ടപ്പെട്ടവരും നമ്മളെ കൂടെ ഇല്ല, നമുക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണമില്ല. അപ്പോൾ വിചാരിക്കും നാടാണ്. കൺഫ്യൂസ്ഡ് ആണ്. അപ്പോൾ ഇവിടെ അധികമൊന്നുമില്ല. നാട്ടിൽ വന്ന് ചെറിയൊരു ബിസിനസ് പ്ലാൻ എൻ്റെ മൈൻഡിലുണ്ട്. ഇപ്പോൾ ഓൾറെഡി ഒരു ബിസിനസ് ഉണ്ടല്ലോ, ഹെയർ ഓയിലിൻ്റെ 2-3 പ്ലാൻസ് ഉണ്ട്. പിന്നെ ഇവിടെ ഉള്ളപ്പം ഞാൻ നല്ല നല്ല വീഡിയോസ് എടുത്തിട്ട് യൂട്യൂബിലിടും, എല്ലാവർക്കും കാണാം. അതായത് എനിക്ക് ഇപ്പോൾ യൂറോപ്പിൽ വരാൻ പറ്റാത്ത ആൾക്കാരുണ്ടാവും. എൻ്റെ ഒരു വിധി എന്നൊക്കെ പറയാം, ദൈവം നിശ്ചയിച്ചതാണ് ഞാൻ ഇവിടെ വരാൻ. ഞാൻ 8 വർഷം മുന്നേ ഇവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഒരു സ്റ്റോറിയാണ്. അപ്പം ദൈവം വിധിച്ചതുപോലെയെല്ലാം നടക്കുകയുള്ളൂ. അപ്പം നിങ്ങൾക്ക് കാണാൻ പറ്റാത്ത കാര്യങ്ങൾ ഞാൻ കാണിച്ചു തരാം, എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ. മേക്കപ്പ് ഒന്നും ഇല്ല കേട്ടോ, മേക്കപ്പ് ഒന്നും ഇട്ടിട്ടില്ല കേട്ടോ, ഒന്നും യൂസ് ചെയ്തിട്ടില്ല. നല്ല ഡ്രൈ ആണ് ക്ലൈമറ്റ്. പിന്നെ ലിപ് ബാം ഉണ്ട്, ലിപ്സ്റ്റിക് ഒന്നും യൂസ് ചെയ്തിട്ടില്ല. പിന്നെ മുഖത്ത് നല്ല ഡ്രൈ ആവുന്നതുകൊണ്ട് നല്ല തിക്കായിട്ട് ലോഷൻ പുരട്ടിയിട്ടുണ്ട്. ഇന്നലെ സ്റ്റോർ റൂമിൽ പോയിട്ട് എൻ്റെ സാധനങ്ങളൊക്കെ കൊണ്ടുവന്നു. ഇപ്പം ഞാൻ എൻ്റെ നല്ലൊരു ഫ്രണ്ടിൻ്റെ കൂടെയാണ് താമസിക്കുന്നത്. എൻ്റെ ഫ്രണ്ട് നമ്മളെ നാട്ടിലേക്ക് വരുന്നുണ്ട്, എപ്പോഴെന്നൊന്നും പറഞ്ഞിട്ടില്ല. ഈ കാണുന്ന വ്യൂ ഞാൻ ഇവിടെ വന്നതിൻ്റെ പിറ്റേ ദിവസം ഷൂട്ട് ചെയ്ത് വെച്ചതാണ് കേട്ടോ. അപ്പോൾ ഇത് ഞാൻ കാണാത്തവർക്ക് വേണ്ടിയിട്ട് ഇതിലേക്ക് ആഡ് ചെയ്തതേ ഉള്ളൂ. ആദ്യം നോക്കിയപ്പോൾ സ്കൈ ഇങ്ങനെ ഉണ്ടായതേ, ആ സമയത്ത് ഒരു 7 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് ഞാൻ വീണ്ടും നോക്കിയപ്പോൾ സൂര്യൻ ഉദിച്ചു വരുന്നുണ്ടോ. അവിടെ ഒരു അത്ഭുതം ഉണ്ടായി, കണ്ടാ? നമ്മളെ നാട്ടിൽ സത്യമായിട്ട് പറഞ്ഞാൽ ഞാൻ കണ്ടിട്ടില്ല. പിന്നെ ഇവിടെ നോർത്തേൺ ലൈറ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമൊക്കെ ഉണ്ടല്ലോ, അതിലിങ്ങനെ പല കളേഴ്സൊക്കെ കണ്ടിന്. എനിക്കിത് കണ്ടപ്പോൾ അത് ഓർമ്മ വന്നത്. ഇപ്പം ഞാൻ കിടക്കുന്ന എൻ്റെ റൂമാണിത്. നമുക്ക് നല്ല കട്ടിയുള്ള ബ്ലാങ്കറ്റും പുതപ്പെല്ലാം ആവശ്യമുണ്ട്. പിന്നെ നമുക്ക് 2-3 ഡ്രസ്സിൻ്റെ ആവശ്യമുണ്ട്. നമുക്ക് നാട്ടിലെ സിസ്റ്റം എല്ലാം തലതിരിഞ്ഞിട്ടാണ് ഇവിടെ. നമുക്ക് അവിടെ ഒറ്റൊരു ഡ്രസ്സ് ഇട്ടപ്പോൾ എൻ്റെ അടിയിലുള്ള ഡ്രസ്സുകളൊക്കെ, ഇവിടെ അങ്ങനെയല്ല. അപ്പം എൻ്റെ റൂമിൻ്റെ അടുത്തുള്ള ലിവിങ് റൂമാണിത്. എൻ്റെ സാധനങ്ങളൊക്കെ ഞാൻ എടുത്ത് കൊണ്ടുവന്ന് സ്റ്റോർ റൂമിൽ നിന്ന്. പിന്നെ ഇതാണ് പുറത്തെ വ്യൂ, കണ്ടില്ലേ? നമുക്ക് തണുപ്പ് കാലം തുടങ്ങി.
ആകാശം നോക്കിയേ, തണുപ്പ് കാലം തുടങ്ങി, ഇലകളൊക്കെ പൊഴിയാൻ തുടങ്ങി. അതിനു മുന്നേ ഇലകൾ മഞ്ഞയും ചുവപ്പും മഞ്ഞ വേറെന്തൊക്കെ കളറുണ്ട്, ഇതിപ്പോൾ ഓറഞ്ച് ഉണ്ട്, അങ്ങനെയൊക്കെ മാറും. പിന്നെ ഞാൻ കിച്ചണിൽ കയറിയിട്ട് ഓട്സാണ് അധികവും രാവിലെ കഴിക്കുന്നത്. പിന്നെ ബ്രെഡും ബട്ടറും ഉണ്ട്. അത് ബ്രെഡ് എൻ്റെ വയറ്റിന് പിടിക്കുന്നില്ല. പിന്നെ ഞാൻ വാമപ്പ് ചെയ്യുന്നുണ്ട് ഇപ്പം, കാരണം നല്ല തണുപ്പായതുകൊണ്ട് നമുക്ക് ബോഡി ഭയങ്കര ചില സമയത്തൊരു പെയിനും നമുക്ക് രക്തയോട്ടമൊക്കെ കുറയുന്നില്ലേ. പിന്നെ യോഗ ചെയ്യുന്നില്ല ഇപ്പം, മെഡിറ്റേഷൻ ചെയ്യുന്നുണ്ട്. പിന്നെ എക്സസൈസ് ഞാനിത് സ്ലോ മോഷനിൽ കാണിക്കുന്നതേ ഉള്ളൂ. ഞാൻ ചെയ്യുന്നത് സ്പീഡാക്കിയിട്ട് ചെയ്യുന്നുണ്ടായിരുന്നത്. പിന്നെ അപ്പോൾ നമുക്കിത് വളരെ അത്യാവശ്യമാണല്ലോ, എവിടെ പോയാലും നമ്മൾ ഹെൽത്തിന് ഇമ്പോർട്ടൻ്റ് കൊടുക്കണ്ടേ. അപ്പം ഞാൻ ഓർത്ത് വെച്ചിരുന്ന കുറേ എക്സസൈസൊക്കെ പൊടി തട്ടിയെടുത്തിട്ട് ഞാൻ രാവിലെ ഉണ്ടായിരുന്നതാണിത്. അതിനുശേഷം പുറത്തേക്ക് പോയിട്ടുണ്ടായി. കണ്ടില്ലേ, ഇവിടെ ട്രാം ഉണ്ട് ഇഷ്ടംപോലെ. ട്രാമിനെ കുറിച്ച് ഞാൻ മുന്നൊരു വീഡിയോയിൽ പറഞ്ഞ്. അപ്രതീക്ഷിതമായിട്ടൊരു ഫ്രണ്ടിനെ കണ്ടു. ഫ്രണ്ട് എന്ന് പറഞ്ഞുകൂടാ, അതൊരു ഓഫീസറാണ്. പിന്നെ കണ്ടിട്ടുണ്ടായിരുന്നു. പിന്നെ ഇത് കണ്ടില്ലേ, നമ്മൾ ട്രാമിൽ സ്വിച്ച് ഉണ്ട് കേട്ടോ. നമുക്ക് നമ്മൾ സ്റ്റോപ്പ് എത്താനാവുമ്പം ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ അതിൻ്റെ സിഗ്നൽ ഡ്രൈവറുടെ അടുത്തേക്ക് എത്തും. ആ സ്ക്രീനിൽ നമുക്ക് ഇറങ്ങേണ്ട സ്ഥലത്തിൻ്റെ പേര് ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കും ഓരോ സ്ഥലം എത്തുമ്പോഴും. അപ്പോൾ എൻ്റെ സ്ഥലത്തി നമുക്ക് ഡോർ ഓട്ടോമാറ്റിക്കായി തുറന്നു തരുന്നു, നമ്മൾ ഇറങ്ങുന്നു. നല്ല ഭംഗി അതിൻ്റെ ഉള്ളിൽ കേട്ടോ. അതിൻ്റെ ഉള്ളിൽ AC ഫാനിൻ്റെ ഒന്നും ആവശ്യമില്ല. എനിക്ക് തോന്നുന്നു നല്ല വിൻ്ററായിരിക്കുമ്പം അതിൻ്റെ ഉള്ളിൽ ഈ ഹീറ്റ് വരുന്ന സംഭവമുണ്ട്, നമ്മുടെ നാട്ടിൽ AC എല്ലാം പോലെ. അപ്പോൾ ഇതാണ് ട്രാം. ചെറിയൊരു സംഭവമാണ്, നല്ല സുഖമായില് പോയി. കണ്ടില്ലേ, മഞ്ഞ നിറമുള്ള ഇലകൾ കൊഴിയാൻ തുടങ്ങി. ഇനി അടുത്ത് ഇത് ഫുള്ളിങ്ങനെ ഇലകളില്ലാത്ത മരങ്ങളായി മാറും. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാം കടുത്ത വിൻ്റർ ആയി എന്ന്. അപ്പം -डिग्री എല്ലാം ഉണ്ടാവില്ലേ. ഇപ്പം 4 ഡിഗ്രി 3 ഡിഗ്രി ചിലപ്പം 10 ഡിഗ്രി. ദേ നോക്കൂ, ഓറഞ്ച് കളറിലുള്ള ഇലയും മഞ്ഞ നിറമുണ്ട്. പിന്നെ വേറെ മരങ്ങളിൽ കുറച്ചുകൂടെ ഡാർക്കായിട്ടുള്ള ഇല, അതായത് കുറച്ചുകൂടെ ഈ ഓറഞ്ച് നല്ലോണം ഡാർക്ക് ഇല എങ്ങനെയാണ് ഉണ്ടാവുക അത്. അപ്പോൾ ഇതാണ്, ഞാൻ 4th ഫ്ലോറിലാണ് താമസിക്കുന്നത്. ലിഫ്റ്റെല്ലാം പക്ഷെ ഞാൻ സ്റ്റെയറാണ് യൂസ് ചെയ്യുന്നത്. നമുക്ക് ആ ബ്ലഡ് സർക്കുലേഷൻ കിട്ടാൻ വേണ്ടിയിട്ടേ. ഞാൻ ചൂടുള്ള രാജ്യത്തുനിന്ന് പെട്ടെന്ന് വന്നതല്ലേ. ഹായ് മോളി. ഹലോ മോളി. എന്നെ അറിയുന്നവർക്കൊക്കെ അറിയാം, എനിക്ക് നായേനെ ഭയങ്കര പേടിയാണ്. എല്ലാ ടൈപ്പ് നായനും പേടിയാണ് കേട്ടോ, വീട്ടിൽ വളർത്തുന്നതിലും എല്ലാത്തിനെയും. നോക്കിയേ എന്തൊരു ഭംഗിയല്ലേ കാണാൻ. അത്ഭുതം എന്ന് എനിക്ക് പറയാൻ പറ്റുള്ളൂ. നമ്മൾ സ്ഥിരം കാണാത്തതുകൊണ്ടാണ്. പക്ഷെ സ്ഥിരം കണ്ടാകുമ്പോൾ ഒരു മടുപ്പ് വരും.